لا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എന്തു കഴിച്ചാലും പെട്ടെന്ന് ഛർദ്ദിച്ചു വരുന്നു എന്ന് പറഞ്ഞൊരു സഹോദരൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ നിന്റെ മഹത്തായ ഫള് കൊണ്ട്, നിന്റെ ഷാഫി എന്ന നാമത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ പ്രധാനപ്പെട്ട ഭാഗം, നമ്മൾ ഓരോരുത്തരും നല്ലവരായി ജീവിക്കുക എന്നതിനെ കുറിച്ചാണ്. അല്ലാഹുവിനെ അംഗീകരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി നാം ജീവിക്കുക. അതല്ലാത്ത ഒരു ജീവിത ദിഷ്ടയാണ് നാം തെരഞ്ഞെടുത്തത് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത നിഷ്ഠക്ക് പ്രേരണ നൽകിയവരുടെ പ്രേരണ അനുസരിച്ചാണ് നാം ജീവിച്ചത് എങ്കിൽ, പരലോകത്ത് നമ്മളും നമ്മളെ പ്രേരിപ്പിച്ച ആ ആളുകളും നരകത്തിലായി പോകും. മാത്രമല്ല, നമ്മൾ നരകത്തിലാവാൻ കാരണക്കാരായി നമുക്ക് പ്രവർത്തിച്ച ആളുകളെ എനിക്ക് നീ കാണിച്ചു തരണം, അവരെ എൻ്റെ കാലിന്റെ ചുവട്ടിലാക്കിക്കൊണ്ട് ഞാൻ കുറച്ചെങ്കിലും ആശ്വാസം ലഭിച്ചോട്ടെ എന്ന് അവരെ കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നരകാവകാശികൾ പറയും എന്നൊക്കെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പ്രധാനമായും പറയുന്നത്. മറ്റൊരു വശം, ഇതിൽ പ്രധാനമായും നമ്മളോട് സൂക്ഷിക്കാൻ പറയുന്നത്, നമ്മൾ സ്വന്തം നമ്മളെ ശരീരത്തെ സൂക്ഷിച്ചാൽ പോല ഖൂ അൻഫുസകും വ അഹ്ലീകും നാറൻ, ഖുർആൻ പറയുന്ന ഒരു വാക്യമാണ്. നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. കുടുംബത്തെ സൂക്ഷിക്കുന്ന ഈ വിഷയം പറയുമ്പോഴേക്ക് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓരോ മനുഷ്യരും. ഞാനിപ്പോ ഒരു പിതാവാണ്, നമ്മൾ ഓരോരുത്തരും പിതാക്കന്മാരാണ്. നമ്മുടെ മക്കളെ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്. പ്രായപൂർത്തിയാകുന്നത് വരെ അവരോട് നിർബന്ധ സ്വരത്തിൽ നമ്മൾ അത് കൽപ്പിക്കുകയും ആ സമയം വരെ ആ രീതിയിൽ നമ്മൾ കൽപ്പിച്ചാൽ അത് കഴിഞ്ഞ ശേഷം അവർ നല്ലവരായി തീരും. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അത് കഴിഞ്ഞാൽ നിർത്തണം എന്നല്ല, പ്രായപൂർത്തിയാകുന്നത് വരെ അവർ അവിവേകങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മളും കൂടെ അതിന് ഉത്തരവാദിയാകും. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നതിന്റെ തിന്മകളുടെ ആ ഒരു ഭവിഷ്യത്ത് രക്ഷിതാക്കൾക്കില്ല, അവർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രായപരിധി അതിൽ നിശ്ചയിച്ചത്. അപ്പൊ എന്തോ ആവട്ടെ, ഇതിൽ വളരെ പ്രധാനമാണ് മക്കളുമായി ബന്ധപ്പെട്ടത്. മുമ്പ് പലതവണ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു തട്ടവുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പ് നമ്മൾ ഒരു വിവാദങ്ങളൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജുമുഅക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ജുമുഅ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. 3 ജുമുഅ തുടർച്ചയായി ഒരു മനുഷ്യൻ കാരണമില്ലാതെ ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകുമെന്നാണ്.
അങ്ങനെ എത്ര കണ്ട് ജുമാ ഒഴിവാക്കുന്നുവോ അതിനനുസരിച്ച് ആ പുള്ളിയുടെ വലിപ്പം കൂടുകയും പിന്നീട് നല്ല എന്ത് കാര്യം അവന്റെ ഹൃദയത്തെ അവനോട് പറഞ്ഞാലും അത് അനുസരിക്കാനുള്ള ഒരു മനസ്സ് അവനില്ലാതെയായി തീരുകയും ചെയ്യും എന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തക്കതായ കാരണം എന്ന് പറയുമ്പോൾ രോഗങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നടക്കാൻ പറ്റാത്ത മറ്റു പ്രയാസങ്ങൾ അല്ലാതെ നമ്മുടെ ജോലി തിരക്കോ നമ്മുടെ പഠനമോ ഇതൊന്നും ഇതിന് കാരണമല്ല. അപ്പൊ അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം. ജുമാക്ക് പോവാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. ജുമാക്ക് പറ്റുന്ന ജോലി എടുത്താൽ മതി. അത് തന്നെയാണ്. ഇനി നമ്മുടെ മക്കളെ കാര്യങ്ങൾ എടുക്കുക. 10 വയസ്സിന് മുകളിലുള്ള നമ്മുടെ കുട്ടികൾ നിർബന്ധമായും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. അടിക്കുക എന്ന് വെച്ചാൽ ഫലമായി കൊണ്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണമെന്നാണ്. മുറു ഔലാദക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം, ഇദാ ബല 7 വയസ്സായാൽ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇനിയോ 10 വയസ്സായിട്ടും നിങ്ങൾ അത് മക്കൾ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അവരോട് ഫലമായി കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറയണം. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. 10 വയസ്സിന് മുകളിലുള്ള എത്ര ആൺകുട്ടികൾ ജുമുഅ നിർബന്ധമുള്ള നമ്മുടെ മക്കൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ജുമുഅക്ക് പോവാതെ സ്കൂളിലുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്നാലും എന്റെ ബാധ്യത ഞാൻ തീർക്കുകയാണ്. നമ്മളെ ചോദ്യം ചെയ്യപ്പെടും ഈ വിഷയത്തിൽ. ആ ഒരു സ്കൂൾ മാത്രമേ പഠനത്തിനുള്ളൂ എങ്കിൽ പിന്നീട് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ആശ്വസിക്കാം. ഇതല്ല, നമ്മുടെ ചുറ്റുഭാഗത്ത് എന്തോരം സ്കൂളുകളുണ്ട്. വെള്ളിയാഴ്ച ജുമുഅക്ക് പോവാൻ അനുവദിക്കുന്ന സ്കൂളുകൾ ധാരാളമുണ്ട്. അനുവദിക്കാത്ത, തട്ടമിടാൻ പറ്റാത്ത, മുട്ടിന് മീതെ വസ്ത്രം, മുട്ടിന് മാത്രം വസ്ത്രമിടുന്ന സ്കൂൾ, ഓരോ സ്കൂളിനും ഓരോ റൂൾസുകൾ ഉണ്ടാകും. എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ തന്നെ ചേർക്കുന്നത് എന്ന് മറ്റു ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ധാർമ്മികമായിട്ട്, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു ചുറ്റുപാടും ഒരു ബോധ്യവും ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മക്കൾ ഇസ്ലാമിക ദൃഷ്ട്യാ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണോ ജീവിക്കുന്നത് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യനും ഉണ്ട്, ഓരോ രക്ഷിതാവിനും ഉണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅക്ക് വിടാത്ത സ്കൂളാണെങ്കിൽ അവിടെ ചേർക്കണ്ട, വിടുന്ന സ്കൂളിൽ ചേർത്തോ. അതാണ് നിനക്ക് ഈ ദുനിയാവിലും പരലോകത്തും ഏറ്റവും ഉത്തമം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. അതല്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് സൂചിപ്പിക്കുന്നതായ ചില അധ്യായങ്ങളുണ്ട് ഖുർആനിലൂടെ. ഓരോ മനുഷ്യനും ചിന്തിക്കുകയും അവൻ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായ ഒരു ആയത്താണിത്. വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. സൂറത്തു ഫുസ്സിലത്തിന്റെ ഒരു ആയത്താണിത്. വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറയും അന്ത്യദിനത്തിൽ, നരകാവകാശികളായിട്ടുള്ള അവർ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഞങ്ങളെ വഴിപിഴപ്പിച്ച ഈ 2 വിഭാഗത്തെയും ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ എന്ന് നരകാവകാശികൾ പറയും. എന്തിനാണത്? നജ്അൽഹുമാ തഹത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ കീഴിൽ അവരെ നിർത്താൻ വേണ്ടി, ലിയകൂനാ മിനൽ അസ്ഫലീൻ, അവരെ ഞങ്ങളുടെ കാലിന്റെ അടിയിലാക്കാൻ വേണ്ടി, എന്നിട്ട് അതിന്റെ മീതെ ഞങ്ങൾക്ക് നിൽക്കണം. ഇതിനു വേണ്ടി അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ എന്ന് നരകാവകാശികൾ പറയും. ഇതിൽ നമ്മുടെ മക്കൾ നമ്മളെ പറയരുത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരായത്താണ്. ജുമുഅ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ ഈ ഒരു ആരാധന, അതിനൊരു മൂല്യവും കൊടുക്കാതെ, അത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളുണ്ടെങ്കിൽ അതിന് പോകണ്ട, സ്കൂള് വിടൂല അതുകൊണ്ട് എനിക്ക് പോവണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ജുമുഅ എന്ന അതിപ്രധാനമായ നമ്മുടെ ഇബാദത്തിനെ മൈൻഡ് ചെയ്യാതെ വളർന്ന ഒരു കുട്ടി പ്രായപൂർത്തിയായ ശേഷവും അവൻ അത് തന്നെ ചിന്തിക്കുള്ളൂ.
അവൻ അത്ര ബോധമേ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളൂ. അവൻ മുതിർന്നപ്പോൾ എന്ത് ചിന്തിക്കും? 15 വയസ്സായാൽ പ്രായപൂർത്തിയാകുമെന്ന് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ 15 വയസ്സായ സമയത്തും അതിനുശേഷമുള്ള എന്റെ സ്കൂൾ ജീവിതം, എന്റെ പഠനങ്ങൾ, അവിടെയൊന്നും എനിക്ക് സ്കൂളിൽ പോവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ അവസരങ്ങൾ ഉള്ള ഒരു പാഠശാലയിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ കുട്ടി ചിന്തിക്കുകയില്ലേ, ഈ ദിവസത്തിന്റെ മഹാത്മ്യം ആ കൊച്ചിന്റെ മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്കൊക്കെ ആദ്യ കുട്ടികളാരെയും പള്ളിയിലേക്ക് വരുന്നില്ല, കുട്ടികൾ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജുമാക്ക് വരുന്നില്ല. ഇതിന്റെ സാഹചര്യവും സന്ദർഭങ്ങളും അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന വളരെ മഹത്വകരമായ ഒരു ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അതിന് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദുമാർക്ക് ഒരു പരിധിയുണ്ട്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കാരത്തിൽ ചൊല്ലേണ്ടത് എങ്ങനെയാണ്, ഖുർആൻ ഓതുന്നത് എങ്ങനെയാണ്, അത്തഹിയാത്ത് എന്താണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ആ കുട്ടിയെ കറക്റ്റായി നിസ്കരിക്കേണ്ട ഓരോ സന്ദർഭങ്ങളിലും അവന്റെ പഠനമുണ്ടെങ്കിലും ട്യൂഷൻ ഉണ്ടെങ്കിലും സ്കൂളാണെങ്കിലും ഈ ഇബാദത്തുകൾക്ക് മുടക്കം വരാത്ത രീതിയിൽ അവന്റെ പഠനങ്ങളെ ക്രമീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എങ്കിലേ ഈ പഠിപ്പിച്ചത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാനുള്ള ഒരവസരം ആ കുഞ്ഞിന് ലഭിക്കുന്നുള്ളൂ. ഇത് ലഭിക്കാതെ നമ്മൾ കുറെ 10ാം ക്ലാസ്സായി 10ൽ പഠിച്ചു, ഡിഗ്രി എന്നും പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതുകൊണ്ട് മാത്രം ആ കുഞ്ഞ് ഇസ്ലാമികമായി ജീവിച്ചോളണം എന്നില്ല. പഠിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല, അതിനുള്ള സാഹചര്യവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ വളരെ വേദനയോടുകൂടെ തന്നെ പറയാണ്, ഈ ഒരു അധ്യയന വർഷം ഇനിയിപ്പോ കുറച്ച് 2-3 മാസം കഴിഞ്ഞാൽ തീരും. ഇത് കഴിഞ്ഞ് അടുത്ത ഒരു അധ്യയന വർഷത്തിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഗൗനിക്കുക. നമ്മുടെ മക്കൾ പരലോകത്ത് ചെന്നുകൊണ്ട് പടച്ചവനെ എന്റെ പിതാവിനെ ഒന്ന് കാണിച്ചതാ, എന്റെ മാതാവിനെ ഒന്ന് കാണിച്ചതാ, എനിക്ക് ജുമായുടെ ദിവസത്തെ കുറിച്ച് ബോധമില്ലാത്ത, ജുമാക്ക് എന്നെ വിടാത്ത, അല്ലെങ്കിൽ നിസ്കാരത്തിന് പ്രചോദനം നൽകാത്ത, ഇതൊന്നും ശീലിപ്പിക്കാത്ത ഒരു കാര്യാലയത്തിലാണ് എന്നെ പിതാവ് കൊണ്ടാക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കുറിച്ചും ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കുറിച്ചും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പ്രായത്തിൽ ലഭിക്കാതെ പോയത്. അതുകൊണ്ട് അവരെ കാണിച്ചതാ, എന്റെ കാലിന്റെ അടിയിൽ ഞാൻ ആക്കട്ടെ എന്ന് നമ്മുടെ മക്കൾ നമ്മളോട് പറയരുത്. ഖുർആനല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ദുആ കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഇതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ചൊവ്വായും കൃത്യമായും ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ജീവിപ്പിച്ചു, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു, നമ്മുടെ മക്കളെയും നമ്മൾ നല്ല രീതിയിൽ ജീവിപ്പിച്ചു, അവന് പഠനങ്ങൾ നൽകി നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തുവെങ്കിൽ അവരെ കുറിച്ച് ഖുർആൻ പറയുന്നതായ ഒരു ഭാഗം ഈ ആയത്തിന്റെ തൊട്ട് താഴെയുള്ള വചനങ്ങളിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുകയും എന്ന് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം അവർ ക്രമീകരിക്കുകയും ചെയ്തു എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. മലക്കുകൾ അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, വബശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ രീതിയിലൊക്കെ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഒരു സ്വർഗം ഇവിടെ റബ്ബ് തരുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ആ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത നിങ്ങൾ സന്തോഷിക്കുക എന്ന് മലക്കുകൾ ഈ മനുഷ്യരോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. 2 കാര്യം അതിനെ ശ്രദ്ധിക്കണം. ഒന്നാമത് എന്താണ്? ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്നവൻ സമ്മതിക്കണം. പിന്നീടോ സുമ്മസ്തഖാമു, പിന്നെ അതിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ അവൻ നിലകൊള്ളണം. അതിനനുസരിച്ചുള്ള ജീവിതത്തിൽ അവൻ നിലകൊള്ളണം. നല്ല രീതിയിൽ ചൊവ്വായി ജീവിക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടത്തേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയാണ്, സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരണം. അത് ഞാൻ വേറെ ആരോടും ചോദിക്കൂല, അത് എനിക്ക് വിജയിക്കാൻ ഉതകുന്നതാവണം. ആ സമയത്ത് നബി തങ്ങൾ ഈ ആയത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ആയത്തിന്റെ മറ്റൊരു വശം, നീ അല്ലാഹുവിനെ റബ്ബായി കൊണ്ട് അംഗീകരിക്കുക, സുമ്മസ്തഖിം, പിന്നെ നീ ചൊവ്വായി ജീവിക്കുക. ചൊവ്വായി ജീവിക്കുക എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നീ ജീവിക്കുക. ഈ സ്വഹാബി വീണ്ടും ചോദിച്ചു, നബിയെ, ഞാൻ ചൊവ്വായി ജീവിക്കുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണ്? അല്ലാഹ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു, ചൊവ്വായി ജീവിക്കണം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ഞാൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആ സമയത്ത് ഈ സ്വഹാബിയോട് നബി തങ്ങൾ പറയാണ്, അവിടുത്തെ നാവ് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ നാവിനെ നീ സൂക്ഷിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ചൊവ്വായി ജീവിക്കാൻ നമുക്ക് തടസ്സമാകുന്ന ഒരു കാര്യമാണ് നമ്മളെ നാവ്. നമ്മുടെ ഭാര്യമാരോട്, മക്കളോട്, കുടുംബങ്ങളോട്, അയൽക്കാരോട്, നാട്ടുകാരോട്, ഇവരോടൊക്കെ നമ്മൾ പറയേണ്ടതുപോലെ, പറയേണ്ട ശൈലിയിൽ, പറയേണ്ട സമയത്ത് പറയേണ്ട വാക്കുകളെ പറയാവുള്ളൂ. അതല്ല എങ്കിൽ സുമ്മസ്തഖാമു എന്ന് പറയുന്ന ഖുർആൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ നല്ലവരായി ജീവിക്കുക എന്നുള്ളതിന് നമുക്ക് സാധ്യമല്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇശാക്ക് ശേഷമുള്ള നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാക്ക് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ടാകും. ഇന്നിപ്പോ നാവ് കൊണ്ടുള്ള വിപത്തുകൾ അതിന്റെ 5ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾ വരിക. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വയം സൂക്ഷിക്കുകയും നമുക്ക് നിർബന്ധമായി അനുഷ്ഠിക്കാൻ അല്ലാഹുവും റസൂലും പറഞ്ഞ നമ്മുടെ കുടുംബങ്ങൾ, മക്കൾ, അവരും നല്ലവരായി ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. അതല്ല എങ്കിൽ പരലോകത്തിൽ നമ്മൾ വിരല് കടിക്കേണ്ടി വരും. ഇനി അതല്ല, നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചാൽ പരലോകത്ത് ഇന്നാലിന്ന ഗുണങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് ഞാൻ ഈ പറഞ്ഞതായ വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നന്നാവുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാനും മരിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പല ആളുകളും